നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. 3 ദിവസത്തെ ഒരു വലിയൊരു അവധിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നാളെ മാർക്കറ്റ് അവധിയാണ്, ശിവരാത്രി കാരണം. അതുകൊണ്ട് തന്നെ നാളത്തെ എക്സ്പയറി ഉണ്ടായിരുന്ന സെൻസെക്സ് ഇന്നത്തേക്ക് മാറ്റി. ഇന്ന് ആക്ച്വലി നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും എക്സ്പയറി ഉണ്ടായിരുന്നു. 3 ദിവസം അവധി, 2 എക്സ്പയറി. ഈ ഘടകങ്ങൾ ഉണ്ടായിട്ട് പോലും മാർക്കറ്റ് മോർണിംഗ് ടു ഈവനിങ് ഒരു പൊട്ടലോ ചീറ്റലോ ഒന്നുമില്ലാതെ കൺസോളിഡേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിച്ചു. ഇത് പ്രധാന കാരണം ഇന്നലെ FISും DASും ഇരു വിഭാഗവും ഇന്നലെ ബയേഴ്സ് ആയിരുന്നു. അപ്പോൾ മാർക്കറ്റിൽ വലിയ ശക്തികൾ ഇന്ന് കാര്യക്ഷമമായിട്ട് സെല്ലിങ്ങിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ റീറ്റെയിലേഴ്സ് ഒരു മൂവ്മെൻറ്റിന് വേണ്ടി കാത്തിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ. പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ലാതെ നിഫ്റ്റി മജോറിറ്റി ഇൻഡെക്സും ഇന്ന് എക്സ്പയറി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലോസ് നടത്തി. നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൽ നിന്ന് 19 പോയിന്റ് മാത്രം, സെൻസെക്സ് 33 പോയിന്റ് മാത്രം, ബാങ്ക് നിഫ്റ്റി 129 പോയിന്റിൻ്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിങ് നടത്തി. ഇന്നലെ പ്രധാന പരാതി ഇൻവെസ്റ്റേഴ്സിലെല്ലാം തന്നെ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തിയിട്ടും നമ്മുടെ സ്റ്റോക്കുകളിൽ വലിയ കാതലായിട്ടുള്ള മാറ്റങ്ങൾ വന്നില്ല എന്നുള്ളതാണ്. എങ്കിൽ ഇന്ന് കുറച്ചൊക്കെ ആ ഒരു പരാതി പരിഹരിക്കത്തക്ക വിധം NSEയിൽ 1360 കമ്പനീസ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 830 കമ്പനീസ് മാത്രമാണ് താഴെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്ന് വലിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും കണ്ടില്ല, മറിച്ച് ഇന്നത്തെ ക്ലോസിങ്ങിന് മുകളിൽ കുറച്ചധികം കമ്പനീസ് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈവൻ നിഫ്റ്റി 19 പോയിന്റിൻ്റെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിങ് നടത്തിയിട്ട് പോലും. ഇതിന് പ്രധാന കാരണം മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് കണ്ടു. അദ്ദേഹം കമൻറ്റ് ചെയ്ത് കറക്റ്റാണ്. മാർക്കറ്റ് മൂവ് ചെയ്യുമെന്ന് കരുതി എല്ലാ സ്റ്റോക്കുകളും മുകളിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. കാരണം ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകുമ്പോൾ നിഫ്റ്റി മുകളിലേക്ക് പോകും. അതിനർത്ഥം എല്ലാ സ്റ്റോക്കുകളിലും ആ ഒരു ഇമ്പാക്റ്റ്, പോസിറ്റീവ് മൂവ്മെൻറ്റും ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം നിഫ്റ്റിയിൽ ഉള്ള കമ്പനികളുടെ വെയിറ്റേജ് പല കമ്പനിക്കും HDFC, റിലയൻസോ അങ്ങനെയുള്ള കമ്പനീസ് മാത്രം മൂവ് ചെയ്താൽ പോലും നിഫ്റ്റി മൂവ് ചെയ്യും. ഇന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് നിഫ്റ്റിയിൽ ടാറ്റ സ്റ്റീൽ, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, ബജാജ് ഓട്ടോ, ടാറ്റ മോട്ടോഴ്സ്, JSW സ്റ്റീൽ തുടങ്ങിയ കമ്പനീസാണ്. ഇതിൽ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ച ന്യൂസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. ബജാജ് ഓട്ടോക്ക് നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ അവരുടെ ഷെയർ ബൈബാക്ക് ഉണ്ടായിരുന്നു. ഇവരൊക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ന് MNM, DBCL, റിലയൻസ്, ആക്സിസ് ബാങ്കും ICICI ബാങ്കും എല്ലാം തന്നെ റെഡിൽ ക്ലോസ് ചെയ്തു. ഇതിൽ MNMൻ്റെ അവരുടെ പ്രൊമോട്ടേഴ്സ് തന്നെ ഇവരുടെ ഹോൾഡിംഗ് സെല്ല് ചെയ്ത ന്യൂസ് നമ്മൾ രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ ഒരാഴ്ച ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുന്നത് എവിടെ വെച്ചാണുള്ളത്? കോഴിക്കോട് വെച്ചാണുള്ളത്. അപ്പോൾ കോഴിക്കോട് എനിക്ക് തോന്നുന്നു നാളെ ക്ലാസ് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പിന് ശേഷമായിരിക്കും ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ പരമാവധി ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. കൊച്ചിയിലും എല്ലാ വീക്കെൻഡും ഉണ്ട്, നിങ്ങൾക്ക് കൊച്ചിയിൽ എപ്പോഴും ബുക്ക് ചെയ്യാം. ഇന്നത്തെ പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യം IPO ആണ്. മുക്ത പ്രോട്ടീൻ, ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ഇന്ന് മികച്ച ഒരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഇവരുടെ പ്രൈസ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 40 രൂപക്കാണ്. ഇഷ്യൂ പ്രൈസ് ഉണ്ടായത് 28 രൂപയ്ക്കായിരുന്നു. 57% പ്രീമിയം കിട്ടിയ ആളുകൾക്ക് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ സന്തോഷം പങ്കുവെക്കുക. MNM രാവിലെ ഡിസ്കസ് ചെയ്ത ന്യൂസാണ്. പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് 0.9% സ്റ്റേക്ക്, 2184 കോടി രൂപയുടെ സ്റ്റേക്ക് സെല്ല് ചെയ്തുകൊണ്ടാണ് സ്റ്റോക്ക് ഇന്ന് വലിയ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. എയർടെൽ കമ്പനിയെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ്, JQJ പാർട്ണർ US ബേസ് ചെയ്തിട്ടുള്ള അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആ ഒരു JQJ പാർട്ട്നേഴ്സ് തന്നെ എയർടെലിൻ്റെ 0.8% സ്റ്റേക്ക് അക്യൂർ ചെയ്തു. IIFL ഫിനാൻസ് കഴിഞ്ഞ 3 ദിവസത്തെ ഒരു ലോവർ സർക്യൂട്ടിന് ശേഷം 10% ഇന്ന് റാലി രേഖപ്പെടുത്തി. സ്റ്റോക്ക് ലോവർ സർക്യൂട്ട് അടിക്കാനുള്ള കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സൈഡസ് ലൈഫ് സയൻസ് അവരുടെ പുതിയ ഒരു മെഡിസിനല്ല, ആക്ച്വലി അവരുടെ അഹമ്മദാബാദ് പ്ലാന്റിൽ നിന്ന് ഒരു മെഡിസിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നടത്താനായിട്ട് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു. റിലയൻസായിട്ട് ബന്ധപ്പെട്ട ന്യൂസ്, ജിയോ BP കൂടുതൽ ചാർജിങ് സ്റ്റേഷൻസ്, EV ചാർജിങ് സ്റ്റേഷൻസ് ചെയ്യാൻ കമ്പനി ഉദ്ദേശിച്ചു. കോൺകോർ കമ്പനി ഇന്ന് മിനിസ്ട്രി തീരുമാനിച്ചിരിക്കുന്നത് 76,220 കോടി രൂപയുടെ ഒരു കണ്ടെയ്നർ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ക്യാബിനറ്റ് അപ്രൂവൽ കൊടുത്തു. ഹഡ്കോ കമ്പനി
ഇവർ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി വിങ് ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ടാറ്റ പവർ ഇവരുടെ ചാർജുകളെല്ലാം തന്നെ വർദ്ധിപ്പിക്കാനായിട്ട് മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി ബോർഡ് അംഗീകാരം കൊടുത്തിട്ടുണ്ട് കമ്പനിക്ക്. ടാറ്റ മോട്ടോഴ്സ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ എല്ലാം തന്നെ വില വർദ്ധിപ്പിക്കുകയാണ്. കമ്പനിയുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ കമ്പനിയുടെ നിലവിലുള്ള നിക്ഷേപകർക്ക് അതൊരു പോസിറ്റീവ് ന്യൂസാണ്. HCL ടെക് കമ്പനി ഇവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ് സർവീസ് നോ എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യുകയാണ് ബിസിനസ് എന്നുള്ള ന്യൂസ്. L&T കമ്പനിക്ക് ONGCയുടെ ഭാഗത്തു നിന്ന് ഒരു മേജർ ഓർഡർ കിട്ടി. സിസിലോൺ കമ്പനിക്ക് 72 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു പുതിയൊരു ഓർഡർ ജുനിപ്പർ ഗ്രീൻ എനർജിയുടെ ഭാഗത്തു നിന്ന് കിട്ടി. ജുപ്പിറ്റർ വാഗൺ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കമ്പനിയായിരുന്നു. റെയിൽവേ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് 957 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സ്റ്റോക്ക് എന്ന് റാലി രേഖപ്പെടുത്തി രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. മഹേന്ദ്ര ലൈഫ് സയൻസ് കമ്പനി 2500 കോടി രൂപയുടെ ബിസിനസ്സാണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ ലക്ഷ്യം വെക്കുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. അതിനു മുമ്പ് ഗ്ലോബൽ ന്യൂസ് ഉള്ളത് ഗോൾഡ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഓൾ ടൈം ഹൈ ആണ്. $2160 പെർ ഔൺസ്. ചൈനയുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. ബെറ്റർ ഒരു ഡേറ്റയാണ് വന്നതെന്നുള്ള ന്യൂസ്. യൂറോപ്യൻ സ്റ്റോക്കെല്ലാം തന്നെ ഇന്ന് യൂറോപ്പിൻ്റെ സെൻട്രൽ ബാങ്കിൻ്റെ പലിശ നിരക്ക് വർധനവ് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഇന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജർമ്മനിയുടെ ഫാക്ടറി ഓർഡേഴ്സ് ഡേറ്റ വന്നു, അത് നെഗറ്റീവായിരുന്നു. US നോൺ ഫാം പേറോൾ ഡേറ്റ ഉണ്ട്, അത് ഇന്ന് രാത്രിയാണ്. അതെല്ലാം തന്നെ നാളെ മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നേരെ പരിശോധിക്കാം. ആദ്യമുള്ളത് ഏറ്റവും താഴെ കാണാം ഇന്ത്യ വിക്സ് 5% ഇടിഞ്ഞ് 13.61. MOX റഷ്യൻ മാർക്കറ്റ് റെഡിലാണ്. FTSE UK മാർക്കറ്റ് റെഡിലാണ്. CAC 40 ഫ്രാൻസ് മാർക്കറ്റ് ഫ്ലാറ്റാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് റെഡിലാണ്. ബിറ്റ്കോയിൻ 66,826. ഡോ ഫ്യൂച്ചർ റെഡിലാണ്. നിക്കി 500 പോയിൻ്റ് ഇടിവ്. കോസ്പി ചൈന ഓസ്ട്രേലിയ മാർക്കറ്റുകളെല്ലാം തന്നെ നെഗറ്റീവ് വിത്ത് ഫ്ലാറ്റ്. അതിന് മുകളിൽ കാണാം ബ്രന്റ് ഓയിൽ 82.50 പെർ ബാരൽ. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 82 രൂപ 86 പൈസ. ഗോൾഡ് കാണാം ഏറ്റവും ടോപ്പിൽ $2157 പെർ ഔൺസ് എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നാളെ രാവിലെ ന്യൂസ് ഇല്ല. നമുക്ക് നാളെ വൈകിട്ട് വേറൊരു ഔട്ട് ഓഫ് ടോപ്പിക്കായിട്ട് എത്താം. ശനിയാഴ്ചയും ഒരു ടോപ്പിക്കായിട്ട് എത്താം. ഞായറാഴ്ച നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്ക് ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു അവധിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ കോഴിക്കോട് വെച്ച് ഈ ഒരു ഞായറാഴ്ച കോഴിക്കോട് വരുന്ന ആളുകളെ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു.